ഈ ഒരു വീഡിയോയും ഷിംജിത ദീപക് വിഷയം തന്നെയാണ്. അതാണല്ലോ ഇപ്പോൾ ലൂപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിംജിത ഒളിവിലാണ്. സാധാരണ ഒളിവിലെ പ്രതി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം പിടിപാടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയുക, പിടിപാടും പണവും എല്ലാം വേണം, പൊളിറ്റിക്സ് എല്ലാം വേണം. അപ്പോൾ ഷിംജിത ഒരു ചെറിയ മീനല്ല എന്നുള്ളത് ഏറെക്കുറെ ഇത്ര മണിക്കൂറുകളായില്ലേ. എന്നിട്ടും അത് കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത അത്രയും ഗ്രാവിറ്റി ഉള്ളൊരു കേസിനകത്ത് ഇപ്പോഴും ഒളിവിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദിസ് ലേഡി ഈസ് സംതിങ് ബിയോണ്ട് സംതിങ്. അല്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക, ഒന്നും ചെയ്തിട്ടില്ല, അവർക്ക് ആ വ്യക്തിയിൽ നിന്ന് നേരിട്ടൊരു ക്രൂരത അത് തുറന്നു കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്, അതൊരു സ്ക്രിപ്റ്റഡ് അല്ല, അല്ലെങ്കിൽ അതൊരു വൈറലാകാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല എന്നൊക്കെ അവർക്ക് ബോൾഡായിട്ട് സ്റ്റബേണായിട്ട് പറയാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ലേഡിക്ക് ഇത് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. അതൊരു ക്വസ്റ്റ്യനാണ് ഇല്ലേ. എന്തായാലും കേസായിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. FIRൻ്റെ കോപ്പി ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഈ FIRൽ പറയുന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഷിംജിത മുംതാസിന് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു ബാക്ക്ലാഷ് വരുന്ന രീതിയിൽ ഒരു കേസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു FIR ആയിട്ട് അത് വീണിട്ടില്ല. ബട്ട് സ്റ്റിൽ മനുഷ്യാവകാശ കമ്മീഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐ ഹോപ്പ് ഷിംജിതയ്ക്ക് കുറച്ചധികം ഈ കാര്യത്തിൽ വിറക്കേണ്ടി വരും. ആദ്യം ഒളിവിലെ ജീവിതം കഴിഞ്ഞ് പുറത്ത് വാ. ഈ രാഹുൽ മാങ്കൂട്ടൊക്കെ പോയിരിക്കുന്ന പോലെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ രാഷ്ട്രീയക്കാർ കൂട്ടത്തിൽ? എന്താണ് അന്ന് കാണാം. ഇപ്പോൾ ഇന്നലെ ഒരേ സമയം, അതായത് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയം തന്നെ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ ഇവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്, അവിടേക്ക് തന്നെ കടന്നിരിക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇന്നലെ ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അതും ലഭ്യമായിട്ടില്ല. കാരണം ആ ഫോണിലാണ് ഇതിന്റെ ഒറിജിനൽ ഫുട്ടേജ് ഉള്ളത്. നമ്മൾ ഈ നേരത്തെ കണ്ടിട്ടുള്ള ഒരുപാടധികം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ, വൈറൽ വീഡിയോ ഉള്ളത് യുവതിയുടെ ആ ഫോണിലാണ്. ആ ഫോൺ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ആ ഫോൺ ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയൂ. യുവതിയെ കണ്ടുകിട്ടിയിട്ടില്ല, ദുബായിലേക്ക് കടന്നു എന്നുള്ളതാണ് അവിടുത്തെ സംശയം. ദുബായിൽ പോയാൽ അവിടെയുള്ള മലയാളികൾ അവരുടെ കണ്ടുപിടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ പാർസൽ തിരിച്ച് നാട്ടിലേക്ക് അയക്കാം. എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ദുബായിലേക്ക് കടക്കാനുള്ള വഴിയൊന്നുമില്ല. മലപ്പുറം ജില്ല വിട്ടു പോകാൻ തന്നെ ചാൻസ് കുറവാണ്. കാരണം സേഫായിട്ടിരിക്കാൻ പറ്റിയ ഒരു എൻവയോൺമെൻറ്റ് അവർക്ക് മലപ്പുറം ജില്ലയ്ക്കകത്ത് തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. പോലീസുകാരൊന്ന് ഇറങ്ങി തപ്പ്. ആദ്യം തന്നെ ദീപകിൻ്റെ ഫാമിലിയും പിന്നെ കുറച്ച് നാട്ടുകാരും സോഷ്യൽ മീഡിയയും ന്യൂസുകാരൊക്കെ പ്രഷർ ഇട്ടതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേസെങ്കിലും എടുക്കാനുള്ള ഒരു മനസ്സ് പോലീസുകാർ കാണിച്ചത്. ഇന്നലെ ഇൻക്വസ്റ്റ് ചെയ്താൻ വേണ്ടി വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് അവർ കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ. ഈവൻ ഈ വ്യക്തിയുടെ ബോഡി താഴത്ത് ഇറക്കാൻ തന്നെ പോലീസുകാർ അവിടെയുള്ള നാട്ടുകാരോട് നിങ്ങൾ ഇറക്കി വെച്ച് ഞങ്ങൾ വരാമെന്നുള്ള മുകളിൽ സംസാരിച്ചു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. സോ ഇവർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു കേസ് എടുക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു സംഗതിയൊന്നും ഇല്ല. അതെന്തുകൊണ്ടാണ്, ഏത് രീതിയിലുള്ള പ്രഷറാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഊഹിച്ചാൽ മതി. കാരണം എഗെയിൻ അവരുടെ രാഷ്ട്രീയം ഞാൻ വലിച്ചിടുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലുമൊക്കെ ഈ ലേഡിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, കാരണം അവർ വരുത്തി വെച്ചൊരു കോൺസിക്വൻസ് അവർ തന്നെ നേരിടട്ടെ. അവർ മറ്റേ എന്താ പറയുക, എനിക്ക് പറ്റുന്ന കാര്യം ഇനി ആർക്കും പറ്റരുത് എന്നൊക്കെ പറഞ്ഞാൽ അയൺ ലേഡി ആയിട്ട് ഇട്ട് വെച്ച വീഡിയോ ആണല്ലോ. സോ അയൺ ലേഡി വന്ന് ഫേസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് വിട്ട് കളയണം. അപ്പോൾ ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, CCTV വിഷ്വൽ ഫ്രം ദി ബസ്സിനകത്ത് CCTV ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 സ്ഥലങ്ങളിൽ CCTV ഉണ്ട്. പക്ഷെ ഭയങ്കര ക്രൗഡ് കൂടുന്ന സമയത്ത് ബസ്സിൻ്റെ ആ ഒരു സ്ഥലത്ത് സെൻട്രലായിട്ട് ഈ CCTVയിൽ നിന്ന് എന്തെങ്കിലും കാര്യപ്പെട്ട വിഷ്വൽസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ ഈ ബസ് ജീവനക്കാരായിട്ടുള്ള ഡ്രൈവറും കണ്ടക്ടറും ആ 2 ചേട്ടന്മാർ പറഞ്ഞത് അവർക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബൈ ദ വേ ഇത് വേറെ രീതിയിലുള്ള കുറേ ട്രോളും മീമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഈവൻ ഈ വിഷയം വന്ന സമയത്ത് ആണുങ്ങളൊന്ന് സേഫായിട്ടിരുന്നു എന്നുള്ളൊരു സംഗതി സർക്കാസ്റ്റിക്കലി ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ രീതിക്കൊക്കെ ആൾക്കാർ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആണിന് വേണ്ടി വേറൊരാണോ അല്ലെങ്കിൽ ഒരാണിന് വേണ്ടി ഒരു കൂട്ടം ആണുങ്ങൾ സംസാരിക്കുമ്പോൾ കുരു പൊട്ടുന്ന ദ സോ കോൾഡ് സ്യൂഡോ ഫെമിനിസ്റ്റുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ ഒരു ഐറ്റത്തിന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം.
ടുവേർഡ്സ് ദ എൻഡിക്ക്. ഇനി അത് ആദ്യം കാണാനുള്ളവർക്ക് അങ്ങോട്ട് ഓടി പോവാം. വഫയ്ക്കുള്ള കൂട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. അല്ല ഇവിടെ മുതൽ കണ്ടുപോകാനുള്ളവർ നിങ്ങൾ കണ്ടുപോയിക്കോ. വീഡിയോസ് ക്രിയേറ്റ് ചെയ്തൊരു സൈഡിൽ ആൾക്കാർ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ലൈക്ക് സോഷ്യൽ മീഡിയ ആണ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനകത്ത് വന്നും പോയിരിക്കും. ഓക്കെ, പക്ഷേ മെയിനായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും ആ 2 ചേട്ടന്മാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിനു മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പയ്യന്നൂർ രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നമ്മളെ പണിയുടെ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 രൂപ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ അയാൾക്ക്. പക്ഷെ അന്നേരം നമ്മളിതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിലുള്ള എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ആളെ ഇറക്കുന്ന തന്നെ 8 പോസ്റ്റിൻ്റെ അടിക്കാൻ നമ്മൾ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അടുത്ത് പഴയങ്ങാടിയൊക്കെ പോകേണ്ട ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ 7 പോസ്റ്റിന് അടിക്കാൻ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മോട് പരാതി പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ടും എന്തായാലും 7 പോസ്റ്റിന് അടിക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ പണിയിലെ ഇതുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് മുറിച്ച് ഇത്രയും ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് മുറിച്ചെടുക്കണം, നമുക്ക് സ്പീഡ് ആയിട്ടുള്ള പരിപാടി തീർക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓരോ വ്യക്തിനായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വ്യക്തമാണോ അതിൻ്റെ അകത്ത്? ഇതിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നതുകൊണ്ട്, അതേപോലെ പിന്നിൽ ആൾക്കാർ നിരന്നുകൊണ്ട് ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നിട്ട് അറിയില്ല. CCTV പോലീസിനെ ചോദിച്ചപ്പോൾ അത് ചോദിച്ചാൽ അത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചേട്ടൻ ഡ്രൈവറാണ്? ഡ്രൈവർ പേരെങ്ങനെ? പ്രകാശൻ. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളെ എന്റെ പുറകിലായിട്ട് വരും. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്ന ആൾക്കാരായിരിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് ട്രെയിൻ വന്നതായിരിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് പയ്യന്നൂരേക്ക് വരണമെങ്കിൽ ട്രെയിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നത്തേക്ക് ഒരു 10 മിനിറ്റ് റണ്ണിങ് ടൈമേ നമുക്കുള്ളൂ, 8 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിനിടക്ക് സംഭവിച്ചതാണ് സംഭവം. അങ്ങനെ ആരും നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു? ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും. അത് പോലീസിനെ അറിയിക്കും. നമ്മൾ 8 പേഴ്സൺ എടുക്കാൻ ആളിറക്കിനി. അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, ഹോംഗാർഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ സ്പേസിനകത്ത് ഇപ്പോഴുള്ള ഡിസ്കഷൻസ് മെജോറിറ്റി നടക്കുന്നത് പൊതുബോധം ഭയങ്കരമായിട്ട് എതിർത്തു ഈ ലേഡിയെ. ഇങ്ങനെ ഒരു ലേഡി അവർക്ക് വന്ന എന്താ പറയുക, ഒരു ദുരനുഭവം വീഡിയോ ആയിട്ടിടുമ്പോൾ പൊതുബോധം എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് കുറേ ആണുങ്ങളുടെ ഇതും പറഞ്ഞ് ആ സ്ത്രീയെ അങ്ങോട്ട് സൈഡാക്കിയ ഇനി വരുന്ന ഇരകൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്ത്രീപക്ഷത്ത് നിന്നും ഒരു ഫീമെയിൽ ഗേസിൽ നിന്നിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ഇവിടെ ആരും ജെന്യുവിൻ കേസുകൾ ഇനി മുതൽ അഡ്രസ്സ് ചെയ്യില്ല എന്നോ, ജെന്യുവിനായിട്ട് വരുന്ന കാര്യങ്ങളെ ഇടപെടില്ല എന്നോ, അതിനൊരു വിസിബിലിറ്റി കൊടുക്കില്ല എന്നോ, അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് വരുന്ന സ്ത്രീകൾക്ക് ഒപ്പം നിന്ന് സംസാരിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ജെന്യുവിനായ ഒരാണിന് വേണ്ടിയും കൂടിയും സംസാരിക്കണം, അത്രേ ഇവിടെ പറയുന്നുള്ളൂ. ഒരാണിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട്, ഒരാണിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് അപ്പുറത്ത് സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാവാത്ത അവസ്ഥയൊന്നും വരാൻ പോകുന്നില്ല. ആണാണെങ്കിലും പെണ്ണാണെന്നെങ്കിലും ചെയ്തത് തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ അത് ചോദിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ വീഡിയോ ചെയ്ത സമയത്തൊക്കെ വികൃതി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചേട്ടാ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വികൃതി മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയില്ലേ. കുറച്ച് വർഷം, 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയാണല്ലോ വികൃതി. അപ്പോൾ മെട്രോക്ക് ഇറങ്ങിയ ടൈമിൽ മെട്രോ ട്രെയിനിൽ പാമ്പ് പോലെ അടിച്ച് കിടന്നു പറഞ്ഞിട്ടൊരു ചേട്ടൻ്റെ വീഡിയോ വന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മെട്രോയിലെ പാമ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹം അവരുടെ വീട്ടിൽ നടന്നൊരു ട്രാജഡി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പാവം അവിടെ കിടന്നു പോയതാണ്. പിന്നെ അതൊരു ഫോട്ടോ എടുത്തിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, മെട്രോയിലെ പാമ്പായിട്ട് അദ്ദേഹം മാറുന്നു. അദ്ദേഹത്തിന് ആരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് സോഷ്യൽ മീഡിയയുടെ
ഒരു ഡിഫറെൻറ്റ് ഫേസ് നമുക്ക് കാണിച്ചു തന്നൊരു സിനിമ, അല്ലെങ്കിൽ ആ ഒരു റിയൽ ടൈം ഇൻസിഡൻറ്റ്. ഓക്കെ, അതൊക്കെയാണത്. സി അപ്പോൾ അത് കമ്പയറിങ് ടു ലൈക്ക് ഈ ഒരു വിഷയത്തിലേക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം എന്താ ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലുള്ള ചിഞ്ചു റാണിയെ പറയുന്നു, ചില ക്യാരക്ടേഴ്സ് ഞങ്ങളിടയിലുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു വാലും തുമ്പും ഇല്ലാതെ അവർക്ക് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനിവിടെ സൈഡിലൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോനകത്ത് തന്നെ ഇതൊരു പ്രമോഷന് വേണ്ടി ഒരു ലേഡി ചെയ്ത വീഡിയോ ആണ്. ആ ലേഡി അവർ തന്നെ സ്വയം, ഇപ്പോൾ നമ്മളൊക്കെ പറയുകയാണ് ഇത് ബസ്സിൽ ഇങ്ങനത്തെ ചെയ്യുന്നത് വൈറലാവാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് വാണ്ടഡ്ലി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടൊരു സാധനം ഇടുന്നത് പലരും ട്രെൻഡായിട്ട് എടുത്തിട്ട് എന്ന് പറയുമ്പോൾ അത് ഒന്നും കൂടിയും സോളിഡായിട്ട് ഉറപ്പിക്കുകയാണ് ഇവരൊക്കെ. അത് സ്ത്രീകൾ തന്നെയാണ് അത് ലൈക്ക് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്ത്രീകൾ തന്നെ ഉറപ്പിക്കുകയാണ്. ഒരു പ്രൊമോഷൻ്റെ വീഡിയോ ആണ്. ഞാനത് പ്ലേ ചെയ്യുന്നില്ല കംപ്ലീറ്റ്ലി. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്തുതരാം. കാരണം അവരുടെ ആ ഒരു സാധനം ഞാൻ പ്ലേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ്. ഞാൻ ഇന്ന് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ബസ് റൂട്ടിൽ വന്നപ്പോൾ എനിക്കുണ്ടായൊരു ദുരനുഭവമാണ്. ചേട്ടൻ എത്ര പറഞ്ഞിട്ടും കൈ പിന്നെ എന്നെ മുട്ടുകയായിരുന്നു. ഇക്കല്ലേ ഞാൻ വന്നത് ജൂനിയർസിൽ 50% ഓഫർ നടക്കുന്നതുകൊണ്ടാണ്. അത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. കാഞ്ഞിരപ്പള്ളിയുള്ള അങ്ങനത്തെ പ്രൊഫൈലാണ് വരുന്നത്. പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ തൽക്കാലം വെക്കുന്നില്ല. അതായത് ആ വീഡിയോ ചെയ്യുന്ന പയ്യൻ തന്നെയാണ് ആ ലേഡിയുടെ ഒപ്പം ഇരിക്കുന്നത്. അതിനൊരു ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, വർഷാവർഷം കാലാകാലങ്ങളിലായിട്ട് നമ്മളെ അമ്മപെങ്ങന്മാരടക്കം മുതൽ എല്ലാവരും ഇനി വരുന്നൊരു തലമുറയ്ക്കും മേ ബി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഇതേപോലെ സിറ്റുവേഷൻ അനുഭവിച്ചവർക്കൊക്കെ ഇതിൻ്റെ ഒരു പെയിൻ മനസ്സിലാവുന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനത്തെ ഒരു കാര്യത്തിനെ കോണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തു വെച്ച് ഇരുത്തി പിന്നെ അതൊരു പ്രൊമോഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ സംസാരമുണ്ട്. എന്ത് ചില സ്ത്രീകൾ ഇത് കണ്ടൻറ്റ് ആക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ ഇതിപ്പോൾ ഒരു പുരുഷനാണ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ ആണിനെ പിടിച്ചിട്ട് സ്ത്രീ അനുഭവിക്കുന്ന വിഷയങ്ങൾ നീയൊക്കെ എടുത്തു വെച്ച് ചെയ്തില്ലടാ എന്നുള്ള ചോദ്യവും വർത്താനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരും. ബൈ ദ വേ, ഇത് ഈ പറഞ്ഞ ദീപക്കിൻ്റെ വിഷയം കഴിഞ്ഞ് വന്ന വീഡിയോ അല്ല, ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണിത്. മനസ്സിലായോ? ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഈ സാധനം ഡിസ്കഷനിലുണ്ട്. അപ്സാക്കിയ റെജി എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ വീഡിയോ വന്നത് മുതലും അല്ലെങ്കിൽ അതുക്ക് മുമ്പ് 1-2 വീഡിയോ വന്നത് മുതലും ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇത് ഡിസ്കഷനിലുണ്ട്. എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? ഒരു ക്ലിയർ ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഇവർ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇവർക്ക് ക്ലിയറായിട്ട് പൊതുജനത്തിന് കാണിക്കാൻ പറ്റാതെ, ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് പോവാതെ, അല്ലെങ്കിൽ ആ ഒരു അറ്റ്ലീസ്റ്റ് അവർ സഞ്ചരിക്കുന്ന ബസ്സിലെ കണ്ടക്ടറോട് പോലും കാര്യം പറയാതെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം എന്തിനു കൊണ്ടുവന്നിടുന്നു? അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ചോദ്യം വർത്താനൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ടായിരിക്കണം ഇവർ ഇങ്ങനത്തെ ഒരു കോണ്ടൻറ്റും കൂടി ചെയ്ത് വെച്ച് പോയത്. ഓക്കെ, അപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. അതായത് പല രീതിയിലുള്ള എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻസും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ക്ലിപ്പ് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ഒരു വ്യക്തി മെസ്സേജ് അയച്ച് ചോദിച്ച 1-2 കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ച് വെട്ടി വെച്ച് നോക്കിയത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ് ഈ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ. ഓക്കെ, ഇത് ഈ രീതിയിലായിരിക്കും എന്നുള്ളൊരു എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊന്നുമല്ല. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിയാണല്ലോ ഇതിങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണം. നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാം. ഞാൻ ആദ്യം ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ക്ലിപ്പിനകത്ത് വളരെ ക്ലിയറായിട്ട് ഒരു ബാഗ്, ഇപ്പം എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ ദീപക്ക് ലെഫ്റ്റ് കൈയിൽ നിന്ന് ബാഗ് റൈറ്റിലേക്ക് എടുത്തു എന്നുള്ളത് ശരിയാണ്. ലെഫ്റ്റിൽ നിന്ന് ഈ ബസ് നിർത്തിയ സമയത്ത് ഇറങ്ങാൻ വേണ്ടി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈ ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗ് റൈറ്റ് കൈ കൊണ്ട് പൊക്കുന്നതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഷാഡോ നമുക്ക് കാണാം. ബാഗ് പൊങ്ങുന്നതിൻ്റെ ആ ബ്ലാക്ക് ഷാഡോ ദീപക്കിൻ്റെയും ഈ പറഞ്ഞ ലേഡിയുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. ബൈ ദ വേ, ഈ ലേഡി ഇങ്ങനെ ചെരിഞ്ഞ് ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ലേഡി അവരുടെ റൈറ്റ് ഹാൻഡ് എവിടെയും നമ്മൾ കാണുന്നില്ല. ഓക്കെ, അത് തന്നെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇതിനകത്ത്. ഇപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നു, ഞാനിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നു, ഞാൻ എൻ്റെ വലത് കൈ ഉള്ളിലോട്ട് വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക? എൻ്റെ ഈ 2 സൈഡും ഞാൻ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് പിടിക്കും. ഞാൻ ആ കൈ ഒന്ന് മാറ്റി വയ്ക്കും. അപ്പം അത് ആ കൈ നമുക്ക് അത്ര കാണുന്നില്ല. അവർ ആ ലെഫ്റ്റ് സൈഡിൽ ഫോൺ എടുത്ത ആ ഒരു കൈ പൊക്കി പിടിച്ച് ഫോൺ പിടിച്ചത് മാത്രമേ നമ്മളെ പെർസ്പെക്റ്റീവിലുള്ളൂ. റൈറ്റ് ഹാൻഡ് ഇല്ല. ഓക്കെ, സോ ഇവർ 2 പേരും തമ്മിലുള്ള ഗ്യാപ്പിനകത്തുനിന്ന്
ബാഗ് പൊന്തുന്നതിൻ്റെ വിഷ്വൽ വളരെ ക്ലിയർ ആയിട്ട് ആ ബാഗ് പൊന്തുന്നതിൻ്റെ കറുത്ത ആ ഒരു കളർ, ബാഗിൻ്റെ കറുത്ത കളർ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്നലെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആ വീഡിയോയ്ക്കകത്ത് ദീപക് ആ കുട്ടിയെ നോക്കുന്നത് കണ്ടില്ലേ? ഞാൻ കണ്ടു, നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാനും കണ്ടു. പക്ഷേ ഈ നോട്ടം വന്നത് എപ്പോഴാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ഈ ദീപക്കിൻ്റെ മുഖത്തേക്കും ഈ ലേഡിയുടെ മുഖത്തേക്കും മാത്രം നോക്കി. ഞാനും ആദ്യം അങ്ങനെ തന്നെ നോക്കി. പക്ഷെ അവിടെ നമ്മൾ അടിയിലേക്ക് നോക്കണമെന്ന്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡൗട്ട് വരും. ശരിയാണ്, ദീപക് ഈ ലേഡിയെ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? 2 റീസൺസ് പറയാം. ഒന്ന്, ദീപക്കിൻ്റെ ഭാഗം നിന്ന് സംസാരിക്കുന്നവർക്ക് പറയാം, ഇവളെന്താ ക്യാമറ പൊക്കി പിടിച്ചെന്നുള്ളൊരു നോട്ടമായിരിക്കാം. ഓക്കെ, അപ്പോൾ ബാഗ് കൊണ്ട് പൊക്കിയ സമയത്ത് കൈ തട്ടിയതായിരിക്കാം. ഈ ലേഡിയുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നവർക്ക് പറയാം, ഓഹോ ഇവളിങ്ങനെ ചെയ്യല, എന്നാൽ നമുക്കൊരു തട്ട് കൊടുത്തിട്ട് പോവാം എന്ന് ദീപക് വിചാരിച്ചുകൊണ്ട് ചെയ്തതായിരിക്കും. ഇങ്ങനെ അപ്പുറത്തെ സൈഡ് സംസാരിക്കുന്നവർക്കും പറയാം. ഞാൻ അതാ പറഞ്ഞേ, ഇതിൻ്റെ അടിഭാഗത്തേക്കൊന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ദീപക്കിൻ്റെ കയ്യിൽ ബാഗ് ഇരിക്കും. ഇപ്പം നമ്മളെ കയ്യിൽ കുറേ വള്ളികളുള്ളൊരു ബാഗ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഷോൾഡർ ബാഗ് അല്ലെങ്കിൽ ഒരു ബാഗ് ഇരിക്കുന്നു, വള്ളിയുള്ളൊരു ബാഗ്. ഇതിന് വള്ളി ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്കല്ലേ വീണ് കിടക്കുക. ഒരിക്കലും ഇങ്ങനെ ടീ ആയിട്ട് ക്രോസ് ആയിട്ട് കിടക്കില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ടീ ആയിട്ട് ക്രോസ് ആയിട്ട് നിൽക്കുക എപ്പോഴാണ്? നമ്മുടെ ബാഗിൻ്റെ വള്ളി നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ മാത്രമേ അങ്ങനെ നിൽക്കൂ. ഞാൻ ഇനി പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ്ലി പ്ലേ ചെയ്ത് നോക്കിക്കോ. ഈ വീഡിയോനകത്ത് ഒരു ചേട്ടൻ മുന്നിൽ നിൽക്കുന്ന ആ ചേട്ടൻ്റെ മുണ്ടിൻ്റെ സൈഡിൽ കൂടി ഈ ദീപക്കിൻ്റെ വള്ളി താഴെ ചാടുന്നുണ്ട്. അത് മുകളിൽ നിന്ന് താഴത്തേക്കല്ല ചാടുന്നത്, സൈഡിൽ നിന്ന് താഴത്തേക്കാണ് ചാടുന്നത്. അതായത് ആരും അങ്ങനെ വള്ളി പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വിട്ട പോലെയാണ് ആ സാധനം ചാടുന്നത്. അറ്റ് ദ സെയിം മൊമെൻ്റാണ് ദീപക് ഈ ലേഡിയെ നോക്കുന്നത്. ഞാൻ എൻ്റെ ഡൗട്ട് ചോദിക്കുകയാണ്, ഇയാൾ ബസ് നിർത്തി ഇറങ്ങാൻ പോണ വഴിക്ക് വീഡിയോ ഇൻറ്റൻഷനലി എടുക്കണം എന്ന് പറഞ്ഞ് ഇതൊരു കണ്ടൻ്റ് ആക്കണം എന്ന് പറഞ്ഞ് പോയ ഈ ലേഡി ഓൾറെഡി 2 ഷോട്ട് 2 രീതിയിൽ 2 ആംഗിളിൽ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓൾറെഡി അവർക്ക് സ്ക്രിപ്റ്റ് അവിടെ സെറ്റാണ്. അവരുടെ ആവശ്യം എന്താ? ദീപക് ഇവരെ നോക്കണം അല്ലെങ്കിൽ ഇവരെ തട്ടണം. അതിനൊരു പ്രൊവോക്കേഷൻ എന്തിട്ട് കൊടുക്കണം? ദീപക് ശരിക്കും ഇവരുടെ പേഴ്സ്പെക്റ്റീവിൽ, അതായത് ഈ ലേഡിയുടെ പേഴ്സ്പെക്റ്റീവിൽ ദീപക് ഉപദ്രവിക്കുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന സ്ത്രീയെയാണ്, ഈ ലേഡിയല്ല. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ദീപക് ഉപദ്രവിച്ചാലേ ആ വീഡിയോനകത്ത് എന്ത് കാണും? ദീപക്കിനെതിരെ തെളിവ്. മനസ്സിലായോ? അവനെതിരെ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കാണിക്കാൻ പറ്റും. ഈ ബാഗിൻ്റെ വള്ളി ഇവർ, നമ്മൾ റൈറ്റ് ഹാൻഡ് കാണുന്നില്ല ഈ ലേഡിയുടെ, കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വലിനകത്ത് വളരെ ക്ലിയറാണ് ആ ബാഗിൻ്റെ വള്ളി താഴെ ചാടുന്നത് ഷിംജിത നിന്ന സൈഡിൽ നിന്നാണ് ചാടുന്നത്. അതായത് ഷിംജിതയുടെ റൈറ്റ് ഹാൻഡ് ഇരിക്കുന്ന സൈഡിൽ നിന്നാണ് ആ ബാഗിൻ്റെ വള്ളി താഴെ ചാടുന്നത്. അതിങ്ങനെ ക്രോസ് ആക്കി വെച്ചിട്ട് താഴെ ചാടുകയാണ്. മനസ്സിലായോ? അതിങ്ങനെ തൂക്കിയിട്ട പോലെയല്ല, അത് ക്രോസ് ആണ് ആ സാധനം. അപ്പം അങ്ങനെ ക്രോസ് ആയിട്ട് ആ വള്ളി താഴെ ചാടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വള്ളി ഒന്നില്ലെങ്കിൽ അവിടെ സീറ്റിൻ്റെ അവിടെ എവിടെയെങ്കിലും കുടുങ്ങി കാണണം, അല്ലെങ്കിൽ ആ സീറ്റിലിരുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന ഷിംജിതയോ ആരോ ഒരാൾ ആ സാധനം ഇങ്ങനെ പിടിച്ച് വലിച്ചിരിക്കണം. ഇറങ്ങാൻ നേരത്തെ ബാഗിൻ്റെ വള്ളി തട്ടുമ്പോൾ തിരിഞ്ഞു നോക്കൂലേ മനുഷ്യൻ. അത് ആ നോട്ടേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അതിങ്ങനെ സ്റ്റെയർ ചെയ്യേ അല്ലെങ്കിൽ മറ്റേ ഇറോട്ടിക്കായിട്ടുള്ള നോട്ടം അങ്ങനെയൊന്നും അല്ലല്ലോ അത്. ആണോ? അല്ല, ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞൊന്നും നോക്കില്ല, തല പിന്നെ അത് പോകുന്നു, നമ്മൾ പോയി. അങ്ങനെ ഒരു വള്ളി വീണത് എടുക്കാൻ വേണ്ടി കൈ ഒന്നുകൂടി പൊക്കുമ്പോൾ ചിലപ്പോൾ മേത്ത് തട്ടിക്കാണും. ആൻഡ് ബൈ ദ വേ ആ ബസ്സിലെ CCTV വിഷ്വൽ ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ബസ്സാണ്, ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ബസ്. ഇതിലെങ്ങനെ ഒരാണൊരു പെണ്ണിൻ്റെ ദേഹത്ത് തട്ടാതെ നിൽക്കാൻ എങ്ങനെ ശ്രമിച്ചാലും പോസിബിൾ ആണോ? ബ്രേക്ക് പിടിച്ചാലോ ഒലഞ്ഞാലോ പെണ്ണാണിൻ്റെ മേത്തും ആണ് പെണ്ണിൻ്റെ മേത്തും വന്ന് വീഴും, തൊട്ടി ഉരുമി ഉരസിയേ ഇരിക്കൂ. ഇത്രയും കൺജസ്റ്റഡ് ആയ ബസ്സിനകത്തുനിന്ന് ഇവരെങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് ആ സാധനം എടുത്തെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ അവരെന്താ വെയിറ്റ് ചെയ്യായിരുന്നു ഈ വണ്ടി നിർത്താൻ, നിർത്തുമ്പോൾ അവിടെ പോയി നിൽക്കാൻ. ഈ വള്ളി വീഴുന്നത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ കുറേ അത് സൂം ചെയ്ത് അത് കുറച്ചും കൂടി ക്ലാരിറ്റിയിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ വിഷ്വൽസിന് ഫീൽ ചെയ്തോ? നിങ്ങളൊന്ന് ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ച പോർഷനും ആ വീഡിയോ ക്ലിപ്പുകളും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി എന്നോടൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ കണ്ട സമയത്ത് ഇന്നത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഇട്ട വീഡിയോയിലൊരു പോർഷൻ മാത്രം എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ അൻസാരി സൂരിയും അങ്ങനെ കുറച്ചധികം ഉസ്താദുമാരും
അതേപോലെ അത്യാവശ്യം സൈബർ സ്പേസിൽ വന്നിരുന്നുകൊണ്ട് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള മുസ്ലിം ഐഡിയോളജീസ് 6-ാം നൂറ്റാണ്ട് ഐറ്റങ്ങൾ പറയുന്ന ആളുകൾ, അൻസാരി സൂര്യ അങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താണെങ്കിൽ ആശാനും എൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് പറയുന്നത് മറ വേണം ഞാൻ മറയ്ക്കൊക്കെ ഭയങ്കര എതിരായിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ സർക്കാസ്റ്റിക്കലി ഇന്നലെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഒരു ബസ്സാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താളി, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് തട്ടാക്കി തിരിച്ചാളി, മറ വെച്ച് തിരിച്ചോളി എന്നുള്ളത് അത് സർക്കാസമാണ്. ഇവർ ഈ സാധനം എടുത്തു വെച്ച് പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്ത് വീഡിയോയിൽ വെച്ചിട്ട് ഇവരെന്താ ചെയ്യണ അറിയോ? കണ്ടോ, 6-ാം നൂറ്റാണ്ടിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു മനുഷ്യന് ജീവൻ പോയതാണ്, അല്ലാതെ നിങ്ങളെ മതത്തിനെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല അത്. മനസ്സിലായോ? മതമാണ് ശരി എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലെ മതത്തിൻ്റെ കാര്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതിൽ വേറൊരു ആസ്പെക്റ്റ് കൊണ്ടുവരുന്നുണ്ട്, തട്ടമിട്ടവൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും എടുക്കാനോ ചെയ്യാനോ എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ മതത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാധനം എടുത്ത് വെച്ച് മിസ്ലീഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അൻസാരി സൂര്യയെ പോലുള്ള ആൾക്കാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെയല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തുണ്ടറിയോ, ഒരു അക്സെപ്റ്റൻസി ഉണ്ട്. നിങ്ങൾ രണ്ടും പറയുന്നുണ്ട്, ഒരു മീഡിയോക്കർ സാധനം പിടിച്ചിട്ട് പോകുന്ന ഒരാളാണ്. നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ സാധനം അടിക്കുമ്പോൾ നിങ്ങളും അപ്പുറത്തെ ഗ്യാങ്ങിൻ്റെ ബെൽറ്റിൻ്റെ ആളായിട്ട് നിൽക്കണോ എന്നുള്ള ചോദ്യമൊക്കെ വരുവേ. 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന വണ്ടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു തുടങ്ങട്ടെ. ബൗണ്ടറി, പ്രൈവസി ഇല്ലേ? ആണിതൊക്കെ എവിടെയെങ്കിലും പണയം വെച്ച് പോകുന്നതാണോ അതോ വിറ്റോ ആണുങ്ങൾ ഇതൊക്കെ? ആണിന് ചോദിക്കാനും പറയാനോ ആണില്ലേ? ആരുമില്ലേ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ആണിന് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നാ? അങ്ങനെ ആരും വിചാരിക്കണ്ട. കളിക്കണ്ട. ബാക്കി എൻ്റെ സഹോദരൻ പറയും. ഇവിടുത്തെ ഗതാഗത മന്ത്രിയോടാണ്, ശ്രീ ഗണേഷ് കുമാർ സാറിനോ. ഗണേഷ് സാറേ, അങ്ങയുടെ അപേക്ഷ മുന്നിൽ വെക്കുകയാണ്. ദയവേത് ബസ്സുകളിൽ CCTV ക്യാമറ വെച്ച് തരണം, ഞങ്ങളെ സേഫ്റ്റിക്ക്. ഞങ്ങൾ ആണുങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് സാറേ, ബസ്സിൽ ഒരു ക്യാമറ, അര ക്യാമറ, കാൽ ക്യാമറ അങ്ങനെ വെച്ച് തരണേ. ദയവേത് ബസ്സുകളിൽ നിങ്ങൾ ഒരു ബാരിക്കേഡ്, ഒരു മറ വെച്ച്. ബാരിക്കേഡ് കിട്ടിയില്ലെങ്കിൽ ഒരു മറ. ഈ 6-ാം നൂറ്റാണ്ടുകാർ ആണിനെയും പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു മറയില്ലേ, ആ മറ. അരമറ മതി, ഫുള്ള് വേണ്ട, അരമറയെങ്കിലും. ഇനി അരമറ കിട്ടുന്നില്ല, ഒരു കാൽമറയെങ്കിലും താ സാറ്. ആണ് വേറെ പെണ്ണ് വേറെ. പിന്നെ ആണിനെയും പെണ്ണിനെയും ഈ 6-ാം നൂറ്റാണ്ടുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ആണ് വേറെ പെണ്ണ് വേറെ ആക്കി താ സാറേ. ഒരു മറ വെച്ചെങ്കിലും, ഒരു ബാരിക്കേഡ് വെച്ചെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്തത് സാറേ. ജീവിക്കാൻ പറ്റുന്നില്ല സാറേ, ഞങ്ങൾ നാണം കെടുത്താണ് സാറേ. എന്താ ചേട്ടാ ബാക്കി പറ. ആണുങ്ങളോടാണ്, ബസ് കയറി കഴിഞ്ഞാൽ പെണ്ണുള്ള ഭാഗത്തേക്ക് പോകും. ഇനി സീക്രട്ട് ഏജന്റ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് വളരെ സീരിയസ് ആയ മാറ്റമാണ്, അത് കേൾക്കണം പ്ലീസ്. കാരണം എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നില്ല, ചിലർ അവരുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടിയിട്ട് മേത്ത് തട്ടിയാലോ അല്ലെങ്കിൽ അടുത്തൂടെ പോയാലടക്കം ക്യാമറ എടുത്ത് ഓണാക്കി വീഡിയോയിടും. സ്ഥിരം ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നരമ്പ് രോഗികളുണ്ട്, അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസിൽ പരാതിപ്പെടണം. അത് സഹോദരൻ പറഞ്ഞത് 100% സത്യമാണ്. ആ ഒഫൻഡേഴ്സിനെ പിടിച്ച് എക്സ്പോസ് ചെയ്യാൻ സ്ത്രീകളെ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിയമപരമായിട്ടൊരു ഫൈറ്റിന് പോകും. അതായത് നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ വേണ്ടി നിങ്ങളൊരു വീഡിയോ എടുത്ത് വെക്കുക, അത് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് മനുഷ്യരെ സോഷ്യൽ മീഡിയ വഴി നാണം കെടുത്തി ഇത്തരത്തിലേക്കുള്ള, അതായത് അവസാനം വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും. മനസ്സിലായോ? പോലീസ് സ്റ്റേഷൻ ചെല്ല്, വീഡിയോ പ്രൂഫ് കാണിച്ചു കൊടുക്ക്. ആ വ്യക്തിയെ പിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ലല്ലോ. വീഡിയോ മുഖം കാണിച്ചു കൊടുത്താൽ പോലീസ് പൊക്കി കഴിഞ്ഞാൽ അവര് പറയാനുള്ളത് അവൻ പറയും. അതിന്റെ സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കിട്ടും. എന്നിട്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യേ, എന്ത് വേണേ കാണിക്ക്, തേങ്ങാക്കൊല. നീ ഇതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എൻ്റെ പൊന്ന് ഗണേഷ് സാറേ, ഒരു CCTV ബസ് വെച്ച് തരണേ. ഇനി അതും പറ്റില്ലെങ്കിൽ 6-ാം നൂറ്റാണ്ട് ഒരു മറ, അവർ വെച്ച മറ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും, പഴകിയിട്ടില്ല. അവർ മറയെങ്കിലും കൊണ്ട് തരണേ. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ പോലീസുകാരുടെ ബാരിക്കേഡെങ്കിലും വെച്ച് ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യണേ, ആണിനെയും പെണ്ണിനെയും. ജീവിക്കാനുള്ള കൊതി കൊണ്ടാ, നാണം കെടാൻ വയ്യാത്ത കൊണ്ടാ. സഹായിക്കണേ സാറേ. ഉസ്താദേ, സഹോദര, 6-ാം നൂറ്റാണ്ടിലേക്ക് ഞാനില്ല, സ്വർഗത്തിലേക്ക് ഞാനില്ല. മനസ്സിലായോ? എനിക്ക് പടച്ചോനെ വേണ്ട. പടച്ചോനൊക്കെ നിങ്ങൾ വെച്ചോളി, നമുക്ക് വേണ്ട കാക്ക. നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു സർക്കാസ്റ്റിക് സാധനമാണത്. ഈ ബസ്സിനകത്തേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയെന്നുള്ളത്. അല്ലാതെ അതിനകത്ത് മതം കുത്തിക്കയറ്റി മതത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഐറ്റമായിട്ടൊക്കെ വളച്ചൊടിക്കരുത് സഹോദര എന്നേ എനിക്ക് പറയാനുള്ളൂ. വളച്ചൊടിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു കണ്ടന്റ് കിട്ടി അത്ര തന്നെ. ഇനി അടുത്തത് വെരി നെക്സ്റ്റ് പേഴ്സൺ ഈസ് വഫ.
ഇതേതാ മുതൽ നിങ്ങളൊന്ന് കാണണം മക്കളെ. അതായത് ഞാനൊരു വീഡിയോനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 കൈയും ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറേ ആൾക്കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ 2 കൈയും ബനിയൻ്റെ ഉള്ളിലിട്ട് നടക്കാം. അതാണ് നല്ലത്. കാരണം നമ്മൾ പിന്നെ പ്രശ്നമില്ലല്ലോ, കൈ ബനിയൻ്റെ അകത്താണല്ലോ, ഇവിടെ തട്ടി മുട്ടി എന്നുള്ള കേസൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കൈ കൊണ്ട് തൊട്ടു പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വഫയെ പോലുള്ളവർ വന്നിരുന്നിട്ട്, ദ പ്രോ ഫേസ് ഓഫ് പ്രോഗ്രസീവ് ഫെമിനിസത്തിൻ്റെ ആളുകൾ വന്നിരുന്നിട്ട് സ്ത്രീകൾ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അഡ്വൈസാണ്. നമ്മളൊരാണിൻ്റെ ജീവൻ പോയി നിൽക്കുന്ന സമയത്ത് ആണുങ്ങളോട് പറയുകയാണ്, മക്കളെ സൂക്ഷിച്ചാളി. കാരണം സൊസൈറ്റിയിലെ എല്ലാ പെണ്ണുങ്ങളുമല്ല, ചില സ്ത്രീകൾ ഇവളെപ്പോലെ ക്യാമറയും പൊക്കി പിടിച്ച് അല്ലെങ്കിൽ ഒരു കണ്ടൻറ് എടുത്ത് നമ്മളെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം എന്താ വഫയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ജനറലൈസ് ചെയ്തു സ്ത്രീകളെ. പറയാത്തൊരു മുതൽ വഫ. എനിക്ക് ഇന്ന വെച്ച് ചെയ്ത കണ്ടന്റ് അവിടെ പ്ലേ ചെയ്യേ. പിന്നെ എവിടത്തെങ്കിലും കടം വാങ്ങി ലോൺ എടുത്തോ അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ വെച്ച പൈസ കൊടുത്തിട്ടോ അല്ല കാറോ ബൈക്കോ മേടിച്ചാൽ ആണുങ്ങളോടാണ് ബസ് പോകാൻ നിൽക്കരുത്. അതായത് ആൾക്കൂട്ടമുള്ള സ്ത്രീകളടക്കം വരുന്ന ഒരു കൂട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പോവുക. അല്ലെങ്കിൽ വേറൊരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ഇഞ്ഞിട്ടെടുക്കാം, ഞാൻ ഇതിങ്ങനെ ആക്കും. ഞാൻ ഇങ്ങനെ പോവുക. എനിക്കൊന്നും അറിയണല്ലോ എന്നിട്ട് എന്താ സംഭവം. നമ്മുടെ നാട്ടില് ഓരോ ദിവസവും ഒരുപാട് മോളസ്റ്റേഷൻ, സെക്ഷൽ അസോൾട്ട്, റേപ്പ് കേസുകളും എന്തൊക്കെയാ സംഭവിക്കുന്നത്. സൗമ്യ എന്ന് പറയുന്ന ഒരാളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ടാണ് റേപ്പ് ചെയ്ത് കൊന്നിട്ടുള്ളത്. അതിനുശേഷം ട്രെയിനിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറിയിരുന്നിട്ടാണോ പോവാറുള്ളത് ആണുങ്ങളെ കാണുമ്പോൾ? അല്ലാലോ. ബിക്കോസ് പെൺകുട്ടികൾക്ക് അറിയാം, അല്ലെങ്കിൽ വിമണിന് അറിയാം എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്നുള്ളത്. ക്രിമിനൽ ആയിട്ടുള്ളത് എല്ലാ ജെൻഡറിലും ഉണ്ട് എന്നുള്ളത്. ഒരു ഫോൾസ് അക്യൂസേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേടിയായി, നിങ്ങൾക്ക് അത് ജനറലൈസ് ചെയ്ത് എന്തൊക്കെയല്ലേ സ്ത്രീകൾ ദിനം പ്രതി ഇങ്ങനത്തെ കാര്യങ്ങൾ നേരിടുമ്പോൾ നമ്മളിങ്ങനെ വിട്ടിരിക്കാറുണ്ടോ? എല്ലാ പുരുഷന്മാരിൽ നിന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വിട്ടിരിക്കാറുണ്ടോ സ്ത്രീകൾ? പറയൂ, പേടിച്ച് മാറിയിരിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ട്രാവൽ ചെയ്യലേ ഉണ്ടാവില്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. എല്ലാ ജെൻഡറിലും ഉണ്ട് ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ, എല്ലാ ജെൻഡറിലും ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് പേര്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടക്കണം എന്ന്. അല്ലെങ്കിൽ വിമണിന് അറിയാം എല്ലാ പുരുഷന്മാരും. വഫ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുന്നത് അറിയുമോ, ആണുങ്ങളൊന്നും വന്ന് പറയുന്നില്ല എന്നുള്ളൂ. മനസ്സിലായോ? സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയണം, ഞാൻ സ്ത്രീ ആണെങ്കിൽ എനിക്ക് പറയണം എന്നുള്ളൊരു സ്കീം നിങ്ങളെപ്പോലുള്ളവർ സൊസൈറ്റിയിൽ പറഞ്ഞു വരുത്തിക്കൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ആണുങ്ങൾക്കൊന്നും നേരിടുന്നില്ല എന്നാണ് നിങ്ങളെ വിചാരം? ലിറ്ററലി ഒരു ആൾക്കൂട്ടത്തിൽ പോയി നിൽക്കാൻ പേടിയാണ്. ഞാനൊക്കെ കൈ ഇങ്ങനെ ഞാൻ ആ വീഡിയോയിൽ ബനിയൻ്റെ ഉള്ളിൽ കിട്ടുന്നുള്ളൂ. അല്ലാത്ത പക്ഷം കൈ ഇങ്ങനെ ഫ്രണ്ടിക്ക് വെച്ച് കെട്ടി വെച്ചിട്ടാണ് ഞാൻ പോലും. സീരിയസ്ലി മാൻ, പേടിയാണ്. ഏതെങ്കിലും എവിടെയെങ്കിലും അറിയാതെ കൈ കൊണ്ടുവന്നോ മേത്ത് തട്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുകിലാണ്. ആ ഒരു മനോഭാവം ഇവിടുത്തെ സ്ത്രീകളിലേക്ക് ഇട്ടുകൊടുത്തത് വഫയെ പോലുള്ള സ്യൂഡോ ഫെമിനിസ്റ്റുകളാണെന്ന് ഞാൻ പറയും. അതിന് ഞാൻ തെളിവ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ജനറലൈസ് ചെയ്തു, ഞാൻ മൊത്തത്തിൽ പെണ്ണുങ്ങളെ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത് വഫ. ഈ വീഡിയോ നവംബറിലിട്ട വീഡിയോ ഇതൊന്നും ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടി ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹറാസ്മെന്റോ മൊളസ്റ്റേഷനെ കുറിച്ച് സംസാരിച്ചാൽ ചോദിക്കും തെളിവ് എവിടെയാണ്. ഇനി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ പറയും ആദ്യത്തെ തൊടലിൽ തന്നെ റിയാക്ട് ചെയ്തുകൂടായിരുന്നു എന്ന്. എന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും കുറ്റം, കോൾ ഔട്ട് ചെയ്താലും കുറ്റം, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതും കുറ്റം. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? പിന്നെ വേറൊരു ടീമുണ്ട്. എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ? അവർ വികലാംഗരെ പോലെയാണോ? അവർ മറ്റുള്ളവരെ പോലെയാണോ? അങ്ങനെയാണോ സ്ത്രീകളെ കാണുന്നത്? ഇതുകൊണ്ടൊക്കെയാണ് റിസർവേഷൻ. ഞങ്ങൾക്ക് നിങ്ങളുടെ പോലെ ആണുങ്ങളുടെ പോലെ വളരെ സേഫ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതൊന്നും പണ്ട് മുതലേ കിട്ടാത്തത് കൊണ്ടാണ് റിസർവേഷൻ. മനസ്സിലാക്കും മണ്ടന്മാരെ. എന്താ കഥ? എല്ലാവരെയും മണ്ടന്മാരെന്ന് വിളിക്കുക, എല്ലാവരെയും കൂടി ജനറലൈസ് ചെയ്ത് പറയുക. ഒരു സ്ത്രീക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ബാക്കിയുള്ളവരൊക്കെ അതേപോലെ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള ആണുങ്ങളാണെന്നുള്ളത് വഫയ്ക്ക് പറയാം. ഒരു വുമൻസ് ടീം കപ്പടിച്ചു കഴിഞ്ഞാൽ ദേ സെഡ് സ്പോർട്സ് വെർ എ മെൻസ് വേൾഡ്. ആണിൻ്റെ ലോകം മാത്രമല്ല സ്പോർട്സ്. അവർ പറയുന്നത് ആണിൻ്റെ ലോകം അല്ല, അത് പെണ്ണിൻ്റെ ലോകം. ഒരു സ്പോർട്ടിൽ എന്ത് പെണ്ണുടെ എല്ലാ സ്പോർട്ട് ഇവൻസിലും ആണുമുണ്ട് പെണ്ണുമുണ്ട്, എല്ലാവർക്കും ഇവൻസും ഉണ്ട്. അവിടെ വരെ ഇവൻ ഒരു എന്താ പറയുക മെൻസ് ഡേക്ക്
ഇന്റർനാഷണൽ മെൻസ് ഡേക്ക് അടക്കം ഇവർ വന്നിരുന്നിട്ട് വിഷല്ല പറയുന്നേ. മനസ്സിലായി? ഇവരെ പ്രൊഫൈലും നിങ്ങൾ കയറി നോക്കിയാൽ മതി. അങ്ങനത്തെ ഒരു മൂഡ് ഓഫ് സാധനങ്ങൾ ചെയ്യുന്ന വഫ വന്നിരുന്ന് എന്നോട് പറയുകയാണ്. ഞാൻ പറയരുത് എന്ത്? ഞാൻ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യരുത്. ഞാൻ ആണുങ്ങളോട് അങ്ങനെ നടക്കാൻ പറഞ്ഞത് എന്തോ വലിയ തെറ്റാന്ന് ഇനിയും പറയും വഫ. വഫേനെ പോലെയുള്ള ആളുകൾ ഈ പറഞ്ഞ സ്യൂഡോ മെൻറ്റാലിറ്റി ഇവിടെ പല സ്ത്രീകളിലേക്കും മിസ്ലീഡ് ചെയ്ത് കുത്തിവെച്ചത് കൊണ്ട് ഇപ്പോൾ വിഷയം എന്താ അറിയോ? നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ മേത്ത് തട്ടിയാലടക്കാം അവരുടെ അകത്തുള്ള മറ്റേ വഫ മോഡ് ഓൺ ആവും. മനസ്സിലായി? നീ എന്തിനെന്നെ തൊട്ട് അത് ഉണ്ടാക്കി നിന്നെപ്പോലുള്ളവരാ വഫ. ഓക്കെ, ഗോട്ട് മൈ പോയിന്റ്. അപ്പം ആ സാധനം, അതായത് വർഷങ്ങളായിട്ട് സ്ത്രീ അടിമയിലാണ്, സ്ത്രീ അടിമത്വത്തിലാണ്, സ്ത്രീക്ക് ഒന്നും കിട്ടുന്നില്ല, സ്ത്രീക്ക് താ 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 പുരുഷന്മാർ ചോദിക്കാത്തതുകൊണ്ടാ. ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. വെരി അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. ഇപ്പോൾ ഒരു ദീപക്കിന് ഇത് സംഭവിച്ചപ്പോൾ പറഞ്ഞു പോയി, നാളെ ഞങ്ങൾക്ക് ഈ ഗതി വരരുത് എന്നുള്ളത് കൊണ്ട്. അതപ്പം നിനക്ക് തെറ്റ് അല്ലേ? പെണ്ണിന് ചോദിച്ച് വാങ്ങാം, ആണുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിൽ പറയാം. ഒരാണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആണുങ്ങൾ ഒരാണിന് വേണ്ടി ഒരാണിന് സംഭവിച്ച കാര്യത്തിൽ നീ ഇത്രയോ വീഡിയോ ഇട്ടു ഈ വിഷയത്തിൽ. ദീപക്കിൻ്റെ വിഷയത്തിൽ എൻ്റെ വീഡിയോ അടക്കം 2-3 വീഡിയോ ഞാൻ കണ്ട്. എവിടെയെങ്കിലും ഈ മരിച്ചുപോയ ദീപക്കിന് ഒരു റെസ്റ്റ് ഇൻ പീസ് പറയേ, അയാളുടെ ആത്മാവിനൊരു ശാന്തി നേരം ഒന്നുമില്ല. മറ്റോളെ ഇത് ചെയ്തവള് ഇത് എടുത്ത് നീ തന്നെ നിൻ്റെ പ്രൊഫൈലിൽ ഇതേപോലെയുള്ള കണ്ടന്റുകൾ ഇടുന്ന സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞുള്ള ഐറ്റമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ നിൻ്റെ ഫേസ് വെച്ച് വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. നീ ഒരു ഫെയിമോളിയാണ്, റീച്ചോളി എന്നുള്ളത് നന്നായിട്ട് അറിയാം. എന്തിട്ടാലും കമൻ്റ് ഇട്ടാലും എടുത്തു കൊണ്ടുപോയി പിൻ ചെയ്ത് വെക്കും. നിൻ്റെ ആവശ്യം നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് വളരെ ബോധ്യമുണ്ട്. അത് ഓരോ ടൈമിൽ ഓരോരുത്തരെ പിടിക്കാറെന്നേ ഉള്ളൂ. ആസിഫിൻ്റെ നിന്നൊക്കെ തികച്ച് കിട്ടിപ്പോയതല്ലേ. ഇനിയിപ്പോൾ ഞാനായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ തരണം എന്നാണെങ്കിൽ ഡെലിവർ ചെയ്യാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല. ഒരു കമൻറ്റ്, എൻ്റെ കയ്യിൽ നിന്നൊരു കമൻറ്റ് മാത്രമേ ഞാൻ നിനക്ക് വാല്യൂ ആണെന്നുള്ളൂ. കാരണം നീ സ്റ്റാൻഡ് ഇല്ലാത്തൊരുത്തിയാണ്. ഫോർ മീ എനിക്ക് സ്റ്റാൻഡ് ഇല്ല പ്രോപ്പറായിട്ട്. നീ ഷോയിങ് ആണ് ഇത്. ഞാനാണ് ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയ മൂത്താപ്പ എന്നുള്ളത്. ഷിംജിതയ്ക്കെതിരെ ഒരു വാക്ക് മിണ്ടാൻ നിന്നെ കൊണ്ട് പറ്റിയോ? കേസായിട്ടുണ്ട്. വഫയുടെ വായിൽ മറ്റേ കോർക്കൊന്നും വെച്ച് കടിച്ചു പിടിച്ചിരിക്കരുത്, ഞാൻ മുണ്ടൂല എന്ന് പറഞ്ഞിട്ട്. വായോർന്ന് പറ, കൂട്ടത്തിലുള്ളൊരു സ്ത്രീയാണ്. കേസായതിനെ കുറിച്ച് പറയാമല്ലോ, FIR ഒക്കെ വെച്ചിട്ട്. സംശയാസ്പദമായിട്ട് ഇനി തെളിയിച്ചാൽ വേറെ പറയണം. ഇല്ല, സംശയമാണെങ്കിൽ പോലും ഒരു ആണിനെതിരെ ഒരു FIR വീണാലടക്കം ഓടി വരുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. പറഞ്ഞു പോവും വഫ. കാരണം ചില സമയത്ത് സംസാരിച്ചേ പറ്റൂ. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എനിക്ക് ഡെഫിനറ്റ്ലി പറയാം, ഞാൻ ഇടുന്ന വീഡിയോസിൽ 99.9% സ്ത്രീപക്ഷത്ത് നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? നീയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ, ഫീമെയിൽ കേസിൽ വീഡിയോ ചെയ്ത ഒരു വിഷയവുമില്ല, ഒരു സീനും ഇല്ല. അത് നിങ്ങളുടെ താല്പര്യമാണ്, പേഴ്സണൽ താല്പര്യമാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ ഏത് കേസിലൂടെ സംസാരിക്കണം, എന്ത് പേഴ്സ്പെക്റ്റീവ് വെക്കണം, ആ കണ്ട വിഷ്വൽസിൻ്റെ മുകളിലും ആ സിറ്റുവേഷൻ്റെ മുകളിലും എൻ്റേതായുള്ള ഒരു അസസ്മെൻറ്റ് എനിക്ക് വെക്കാൻ പറ്റണം. അത് ഞാൻ വെക്കുന്നുണ്ട്. അല്ല നിന്നെപ്പോലെ ഒരു സാധനത്തിൽ പിടിച്ചിട്ട് ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയല്ല ഞാൻ. മനസ്സിലായോ? അതുകൊണ്ട് വഫ അങ്ങനെ ഇട്ടിട്ട് പോ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു സൈഡിൽ വഫയ്ക്ക് ഉള്ളത് ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അടിയിൽ കമൻറ്റ് ഇടാൻ ഞാൻ വരണ്ട്. ഓക്കെ, പിൻ ചെയ്ത് വെക്കണം. അടുത്തത് അക്ബർ ഖാന് സിമിലർ കൈൻഡ് ഓഫ് ഒരു സംഗതി അനുമോളിൽ നിന്ന് ബിഗ് ബോസിനകത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാളുടെ ട്രോമ നമ്മൾ കണ്ടതാണ്, അയാൾ സഫർ ചെയ്യുന്ന ഒരു മെൻറ്റൽ സ്റ്റേറ്റ് നമ്മൾ കണ്ടതാണ്. അന്ന് ഒരുപാട് അക്ബർ ഖാന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ദീപക്കിൻ്റെ വിഷയം കണ്ടപ്പോൾ അക്ബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപക് എന്ന സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറയുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന നോമിന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്.
എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇന്നും അത് മറ്റുള്ളവരുടെ ജീവനൊടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ, അതിന്റെ പഴുതുകൾ മിസ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇനി ഇത് എനിക്ക് തോന്നുന്നില്ല ഇതിവിടെ നിൽക്കുന്നു, ഇനിയും ആത്മഹത്യകൾ വരും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം, മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ്. അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര ബോറാണ്. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ പോലെ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം, ആരെക്കുറിച്ച് എന്തും പറയാം. അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. ഒരു റിയാലിറ്റി ഷോയില് ഇതേപോലൊരു അലിഗേഷൻ, അതും ഒന്ന് ആലോചിക്കണം, ചുറ്റും അത്രയും ക്യാമറ ഉള്ള ഒരു ഷോ, ലൈവ് നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നൊരു ഷോ, അതിനകത്ത് പോലും അനുമോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനം അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വന്തം ലൈഫ് വെച്ചിട്ട്. അക്ബർ അന്ന് സഫർ ചെയ്ത്, അതൊരു ഗെയിമിനകത്തും കൂടി ഇരിക്കുമ്പോൾ സഫർ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പുറത്ത് എന്ത് നടക്കുന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ദീപക്കിന് പുറത്ത് ആ പേടി കൊണ്ടാണല്ലോ അയാൾ സ്വയം അവസാനിച്ചത്. ഇതിപ്പോൾ എത്രത്തോളം ആയിരിക്കും ഈ പറഞ്ഞ അക്ബർ അനുഭവിച്ചെന്നുള്ളതൊക്കെ ഏറെക്കുറെ ആളുകൾക്ക് പറഞ്ഞു. ഞാൻ ഇതിപ്പോൾ എടുത്ത് വെക്കാൻ കാരണം എന്താ, അന്ന് അക്ബറിൻ്റെ ഭാഗം നിന്ന് സംസാരിച്ചപ്പോഴേ അന്ന് ഫാൻ വോറാണല്ലോ, അക്ബർ ഫാൻസ്, അനുമോൾ ഫാൻസ്, പിന്നെ കുറേ PR അടികൾ. അന്ന് കുറേ അണ്ണന്മാരും അണ്ണികളും വന്നിട്ട് അനുമോളെ താങ്ങിയിരുന്നേ. ഇതൊന്നും നന്നല്ല എന്നുള്ളതൊക്കെ അനുമോളൊക്കെ കണ്ട് പഠിക്കുക. അങ്ങനത്തെ മെൻറ്റാലിറ്റി ലൈഫിൽ നിന്ന് ആ ടൈമിൽ തന്നെ എടുത്ത് മാറ്റി തോട്ടിക്ക് എറിയാൻ പറ്റണം. അതൊക്കെ വെച്ച് പിന്നെ മുന്നോട്ട് പോയാൽ റിയൽ ലൈഫിൽ ഗെയിമിൽ മോശമാണ്, റിയൽ ലൈഫിൽ ഈ സാധനങ്ങളൊക്കെ മോശമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി തിരുത്തിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഷിംജിതയെ എത്രയും പെട്ടെന്ന് കേരള പോലീസ് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കട്ടെ. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇനി ഷിംജിതയുടെ ഫോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഷിംജിതയുടെ ഫോൺ കിട്ടും പറയാം, ഷിംജിത എഡിറ്റ് ചെയ്തതാണ്, ഷിംജിതയ്ക്ക് ഇത് ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതോ ഇനിയും കൂടുതൽ വിഷ്വൽസ് ഉണ്ടോ എന്നുള്ളത് ആ ഫോണിനകത്ത് എന്തായാലും കാണുമായിരിക്കും. ബൈ ദ വേ ഒരു ഹിയർസേ ആണ്, വലിയ ഉറപ്പൊന്നുമില്ല. കണ്ണൂർ ഭാഗത്തുള്ളൊരു ലേഡി ഈ വിഷയത്തിൽ ദീപക്കിനെ സപ്പോർട്ട് ചെയ്തു. അതായത് ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ലേഡി ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത് പോലീസിന് മൊഴി കൊടുത്തു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അത് വേറൊരു ഹിയർസേ ഞാൻ പറയാം, ഈ ഷിംജിത അങ്ങനെ ബസ്സിൽ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയല്ല എന്നുള്ളത്. ഇവിടെ നാട്ടിൽ തന്നെ മലപ്പുറത്താണല്ലോ, അപ്പോൾ ഷിംജിതേൻ്റെ വാർഡിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ഇവളെന്നാണ് പഠിച്ചവനെ ബസ് കയറാൻ തുടങ്ങിയത്, ഓള് ബസ് കയറുന്ന ആളൊന്നുമല്ല. എത്തപ്പോൾ ഇജ് പറയുന്നത്, എനിക്ക് ഇന്നലെ അടുത്ത മെസ്സേജ്, ഇജ് എന്താ സായി പറയുന്നത്, ഓള് ബസ് കയറണമൊന്നുമല്ല. ഓള് മെമ്പറായതിനു ശേഷം ഓള് ബസ് കയറിയിട്ടൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ചില ആളുകളിങ്ങനെ ഞാൻ ഗ്രൂപ്പ് ചർച്ചയിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ സവാദിനെ പോലെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പല ബസ്സുകളിലും കയറുന്ന ഒരാളാണ് ഈ പറഞ്ഞ ദീപക് എന്നുണ്ടെങ്കിലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരാളെ ഇതേപോലെ വീഡിയോ എടുക്കാൻ, റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി ആ ഒരു പ്ലോട്ടും സ്ക്രിപ്റ്റും സെറ്റാക്കാൻ വേണ്ടി ഇതുവരെ ബസ് കയറാത്ത ഷിംജിത നടന്ന് 3-4 തിരക്കുള്ള ബസ് കയറിയിട്ട് അങ്ങനത്തെ ഒരു സാധനം കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണെങ്കിലോ, തിരിച്ച് അങ്ങനെയും ചോദിച്ചൂടെ? അപ്പോൾ അതൊരു ഹിയർസയാണ്, ഇത് രണ്ടും ഹിയർസയാണ്. അതവിടെ നിൽക്കട്ടെ, അതിനത്ര പ്രാധാന്യം നിങ്ങൾ കൊടുത്താൽ മതി. ഞാൻ ആ വെച്ച ക്ലിപ്പിൽ ഞാൻ എൻ്റെ ഒരു സാധനം തോന്നിയത് കൊണ്ടാണ് ആ ബാഗിൻ്റെ വള്ളി താഴെ വീഴുന്നത് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക്. ബിക്കോസ് അതിങ്ങനെ ഒരു സൈഡിൽ വലിച്ച് വെച്ച പോലെ എനിക്ക് തോന്നി. വലിച്ചിട്ടൊരു അറ്റൻഷൻ കിട്ടണമല്ലോ അവിടെ, അയാളെ തിരിയണമല്ലോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമല്ലോ. അപ്പോൾ ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ അയാളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യണമല്ലോ. ആ പ്രൊവോക്കേഷൻ ആ വള്ളി പിടിച്ചിട്ട് ഷിംജിത ചെയ്തു എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് രണ്ടാമത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വെട്ടി വെച്ചതെന്ന് കാണിച്ചു തന്നത്. ബാക്കി നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറ, ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ വായിക്കാം.